തറവാട്ടിലെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം ഈ സർപ്പത്താന്മാരുടെ അനുഗ്രഹമാണ്. ഞാനില്ലാതെ വന്നാലും ഈ കാവില് വിളക്ക് വെക്കണ കാര്യത്തിന് നീ മുടക്കം വരുത്തരുത്. ശരി മുത്തശ്ശി. ഇപ്പൊ സർപ്പം പാട്ട് കഴിക്കേ പാലും നീറും കഴിക്കേ ഒന്നും ഇല്ലാതെ ആയില്ലേ. അതിന്റെ ഐശ്വര്യക്കുറവെല്ലാം കാണാനും ഉണ്ട്. ലക്ഷ്മി, വിളക്ക് വെക്കൂ കുഞ്ഞേ. മുത്തശ്ശി, കാവിലേതോ ഒരു നല്ല പൂ വിരിഞ്ഞെന്ന് തോന്നുന്ന കസ്തൂരിയുടെയും കുടമുല്ലപ്പൂവിന്റെയും വാസന വരുന്നു. എന്താണ് മുത്തശ്ശി? മുത്തശ്ശിക്ക് ഈ സുഗന്ധം അനുഭവപ്പെടുന്നില്ലേ? ഇല്ല മോളെ, കന്യകളായ സ്ത്രീകൾക്ക് ഇത് അനുഭവപ്പെടുള്ളൂ. ഇത് പൂ വിരിഞ്ഞതല്ല, പിന്നെ ഗന്ധർവൻ എഴുന്നള്ളിയിട്ടുണ്ട്. അയ്യോ മോളെ, വെള്ളിയാഴ്ചയും വെളുത്ത വാങ്ങും ചേർന്ന ദിവസമാണെന്ന്. യക്ഷിയുടെയും ഗന്ധർവന്റെ ഒക്കെ സഞ്ചാരമുള്ള ദിവസാ. ഗന്ധർവൻ വരുമ്പോഴേ കന്യകൾക്ക് കുടമല്ലപ്പൂവിന്റെയും കസ്തൂരിയുടെ ഒക്കെ ഗന്ധം വരും. മോള് വേഗം വിളക്ക് വയ്ക്കും. എന്താ മോളെ? മുത്തശ്ശി. എന്താ മോളെ? മോള് വരും. കാരണന്മാരെ, എന്റെ ലക്ഷ്മി കുടുംബത്തിലെ ഒരേ ഒരു സന്തതിയാണ്. അവളെ കാത്തോളണേ. മുത്തശ്ശി, ഗന്ധർവൻ മനുഷ്യരൂപത്തിലും വരുമോ? വരും മോളെ, നീ ഇങ്ങോട്ട് പോരും. ഭക്ഷണം കഴിച്ചോ? ഇല്ല. വെളുത്ത വാവ് ദിവസം എല്ലാവരും നേരത്തെ തന്നെ ആഹാരം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്ന് വെള്ളിയാഴ്ചയും വാവും ചേർന്ന ദിവസമാണ്. എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളൂ. ഗന്ധർവൻ വരുമെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോ മുതൽ എനിക്ക് ഭയമാണ് മുത്തശ്ശി. ഗന്ധർവനെ ഭയപ്പെടണ്ട മോളെ. ഗന്ധർവൻ ദുർദേവതയല്ല. സുന്ദരികളായ സ്ത്രീകളെ മാത്രമേ ഗന്ധർവൻ ആവേശിക്കൂ. ആവേശിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് മുത്തശ്ശി? ഗന്ധർവൻ ശരീരത്ത് പ്രവേശിക്കാണ്. അതെന്തിനാണ്? ഗന്ധർവൻ കന്യകമാരെ ഭാര്യമാരായി സ്വീകരിക്കാനാ അവരുടെ ദേഹത്ത് ആവേശിക്കുന്നത്. സുന്ദരിമാരായ സ്ത്രീകളെ മാത്രമേ ഗന്ധർവൻ സ്വീകരിക്കൂ. ഗന്ധർവൻ ഇഷ്ടമുള്ള സ്ത്രീകളെ പാട്ടുപാടി മോഹിപ്പിക്കും. ഗന്ധർവനാണെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ തറവാട്ടിലെ സ്ത്രീകളെല്ലാം സൗന്ദര്യത്തിന് പേര് കേട്ടവരാണ്. അവരുടെ യഥാർത്ഥ ഭർത്താക്കന്മാരൊക്കെ ഗന്ധർവന്മാരായിരുന്നു അത്രേ. പിന്നെ വല്ല നമ്പൂരാരെ കൊണ്ട് ഒരു പുടവ കൊടുപ്പിക്കുന്നു മാത്രം. അപ്പൊ എന്നെയും ഗന്ധർവൻ ആവേശിക്കുമോ? എന്നെയും പാട്ടുപാടി കേൾപ്പിക്കുമോ? ഇന്ന് ഗന്ധർവ ക്ഷേത്രത്തിൽ വിളക്ക് വെച്ചപ്പോ നിനക്ക് കസ്തൂരിയുടെയും കുടമ്പല്ലിപ്പൂവിന്റെയും ഗന്ധം വന്നു എന്ന് പറഞ്ഞില്ലേ?
അപ്പത്തിട്ട് എനിക്കൊരു തോന്നല് ഗന്ധർവനെ നന്നെ ഇഷ്ടപ്പെട്ടു. മോൾ അതുകൊണ്ട് രാത്രി പൂച്ചു വിടരുത്, മലർന്നു കിടന്ന് ഉറങ്ങരുത്. ഗന്ധർവൻ ആവേശിക്കുന്നത് തെറ്റാണോ മുത്തശ്ശി? തെറ്റല്ലെങ്കിലും ഇക്കാലത്ത് ആളുകൾക്ക് അതിലൊന്നും വിശ്വാസമില്ലാണ്ട് ആയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലൊരു അമ്മൂമ്മ ഗന്ധർവനിൽ നിന്ന് ഗർഭിണിയായിട്ടുണ്ട്. നേരാണോ മുത്തശ്ശി? നേരാണ്. ലക്ഷ്യമായിട്ട് മറ്റൊരു മുത്തശ്ശി ഈ തറവാട്ടിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ അമ്മയുടെ അമ്മയായിരുന്നു ആ മുത്തശ്ശി. നന്നേലിയമ്മാന്ന് പേര്. എന്റെ ചെറുപ്പത്തിലേ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. നിന്റെ ചായന്നെ അവർക്ക്. എന്റെയോ? അതെ. അവർക്ക് 16 വയസ്സുള്ളപ്പോ ഒരു ദിവസം സന്ധ്യയ്ക്ക് കാവില് തുള്ളാൻ പോയി. ലക്ഷ്മി, എന്റെ സ്വപ്നം കാണുമായിരുന്നോ മോളെ? വാ മക്കളെ, ഊണ് കഴിക്കാം.